ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയപ്പോൾ കൗതുകകരമായ അല്ലെങ്കിൽ അതിശയോക്തി ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഡെപ്യൂട്ടി മേയറുടെ കാല് വന്ദിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ച. ആശാനാഥാണ് ഡെപ്യൂട്ടി മേയറാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെയായിരുന്നു അത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ ഒരു സ്ത്രീകളെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നൊരു അതാണ് നമ്മൾ അവിടെ കണ്ടത്. ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ നാടിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട്, നമ്മുടെ വികസനം ചർച്ച ചെയ്യുവാനായിട്ട് വന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഒന്ന് തിരിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. ഒരു പ്രധാനമന്ത്രിയൊക്കെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരിയൊക്കെ തന്നെ അത് ഒരു സ്ത്രീ അത്രത്തോളം അദ്ദേഹം ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. ആ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല, അത് മാറിയിട്ടില്ല. ഇപ്പോൾ ഈ മേയറൊക്കെ ചേർത്ത് പിടിച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ അഭിസംബോധന ചെയ്തതെല്ലാം. അതൊരു പ്രധാനമന്ത്രി എന്ന തലത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു സാധാരണ ഒരു നേതാവ് എന്നുള്ള രീതിയിലായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അത് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പോഴും അതിനൊരു മാറിയിട്ടില്ല. തിരുവനന്തപുരം ഞങ്ങളുടെ മേയറായാലും ഡെപ്യൂട്ടി മേയറായാലും കൌൺസിലർമാരായാലും ഒക്കെ തന്നെ അത്രത്തോളം ചേർത്ത് പിടിച്ച് തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് അദ്ദേഹം കൂടെ ഉണ്ടാവും എന്ന രീതിയിലുള്ളൊരു ഉറപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരം ഒരുപാട് മാറ്റം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നൊരു ഉറച്ചൊരു വിശ്വാസമാണ് അതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി എങ്ങനെയായിരിക്കും പദ്ധതികളടക്കം? വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലേക്ക് ഇനി കടക്കാനാണോ? ഇനിയാണ് പദ്ധതി എങ്ങനെയാണ്? അത് ഒറ്റ വാക്കിൽ തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തെ ഏറ്റവും നല്ലൊരു നഗരമാക്കി മാറ്റുമെന്ന രീതിയിൽ അതിൽ തന്നെ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സ്ട്രേ ഡോഗ്സിന്റെ വിഷയമായാലും മാലിന്യത്തിന്റെ വിഷയമായാലും എല്ലാം തന്നെ തെരുവിളക്ക് എല്ലാ വിഷയങ്ങളും അതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ബഡ്ജറ്റൊക്കെ വരാൻ പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ആദ്യ ബഡ്ജറ്റൊക്കെ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നല്ല നല്ല പ്രഖ്യാപനങ്ങൾ, നല്ല തിരുവനന്തപുരം നഗര ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വളരെ വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ കണ്ടത്. അത്തരത്തിലൊരു നിമിഷത്തിന് സാക്ഷിയായ ആശാനാഥ ഡെപ്യൂട്ടി മേയറാണ് നമ്മോടൊപ്പം ചേർന്നത്. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.